കോസ്റ്റ്യൂമും ഓർണമെന്റ്സും ഒക്കെ ഇട്ട് അമ്മൂനെ ഒരുക്കുന്ന ചുമതല ഞാൻ ഏറ്റു. എന്നെ ആരും ഒരുക്കണ്ട, ഞാൻ സ്വയം ഒരുങ്ങിക്കോളാം. അത് പറഞ്ഞാ പറ്റില്ല. ആശാന്റി, ഞാൻ ഒരുങ്ങിക്കോളാം. എന്നും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്റെ മേക്കെട്ട് കയറുന്ന എന്താ നിനക്ക് ഇത്ര നിർബന്ധം സുധേ? ഞാൻ പറയുന്നതിലേ ഉള്ളൂ കുഴപ്പമില്ലേ? ഒരു കല്യാണത്തിന് പോകുമ്പം കഴുത്തിലെ പൊന്നിന്റെ ഒരു തരിയെങ്കിലും വേണ്ടേ? കയ്യിലൊരു വളയെങ്കിലും വേണ്ടേ? അല്ല സുധേ, നിന്റെ കഴുത്തിലൊരു റോൾഡ് ഗോൾഡിന്റെ മാലയെങ്കിലും ഉണ്ടല്ലോ, അതിട്ട് പോയാൽ എന്താ കുഴപ്പം? നിങ്ങൾക്കത് പറയാം. മുക്കുപണ്ടം കണ്ടാലേ പെണ്ണുങ്ങൾ അത് തിരിച്ചറിയും. ഓ, ഓരോരുത്തരും വന്ന് ചോദിക്കും, എന്താ സുധേ സ്വർണ്ണമൊന്നുമില്ലേ, വില കുറഞ്ഞ മാലയാണോ? നാണം കെടാൻ എനിക്ക് വയ്യ. സുധേ, നമ്മുടെ കാര്യങ്ങളൊക്കെ നിനക്കും അറിയാവുന്നല്ലേ. ഈ അവസ്ഥ ഒക്കെ എന്നും അങ്ങനെ നിൽക്കില്ല. നീ കുറച്ചുകൂടി സമയം താ, എല്ലാം ശരിയാവും. ഞാനിത് കുറെ കാലം കൊണ്ട് കേൾക്കുന്നുണ്ട്. ഒരു പെങ്കൊച്ചിന്റെ കല്യാണം വരാൻ പോവാ, ഒരു 10 പവന്റെ സ്വർണമെങ്കിലും വേണ്ടേ? പോട്ടെ 5 പവന്റെ എങ്കിലും. അതിനെന്തെങ്കിലും ഒരു വക നിങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അമ്മേ, ഇതുവരെ ഡ്രസ് മാറിയില്ലേ? എന്ത് പറ്റി? അത് നിന്റെ അച്ഛനോട് ചോദിക്ക്. ഒന്നുമില്ല മോളെ, നിന്റെ അമ്മയ്ക്ക് കല്യാണത്തിന് പോകാൻ സ്വർണം വേണം. അതെ, അങ്ങനെയൊന്നും പറഞ്ഞ് ചെറുതാക്കണ്ട. ഒരു കല്യാണത്തിന് പോകുമ്പോൾ മാന്യമായിട്ട് പോകണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അമ്മേ, അച്ഛന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. ഇല്ലാത്ത സ്വർണം അച്ഛനിപ്പോ എവിടുന്ന് കൊണ്ടുവരുന്ന? നീ അച്ഛന്റെ ഭാഗം പിടിച്ചോ. നാളെ നിന്റെ കല്യാണം വരുമ്പം താലിക്ക് പോലും കാശില്ലാതെ നിക്കേണ്ടി വരുമ്പം ഇത് തന്നെ നീ പറയണം. അതിന് ഞാനിപ്പോഴും ആ കല്യാണത്തിന് സമ്മതം പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കൊന്നും കേക്കണ്ട, ഞാൻ കല്യാണത്തിന് വരുന്നില്ല. നിങ്ങളെ അച്ഛനും മോളും കൂടെ അങ്ങ് പോയാ മതി. സുധേ, മൂക്കുപണ്ടമൊക്കെ ഇട്ടുണ്ട് അവരുടെ മുമ്പിൽ പോയി നിൽക്കാൻ എനിക്ക് വയ്യ. എല്ലാവരുടെയും ചോദ്യത്തിന് മറുപടി പറയാനും എനിക്ക് വയ്യ. അമ്മേ, ഇന്ന് അമ്മയുടെ കല്യാണമൊന്നും അല്ലല്ലോ. ആരും അമ്മയുടെ കഴുത്തിലേക്കും കയ്യിലേക്കും ഒന്നും നോക്കാനും പോകുന്നില്ലല്ലോ. ഇന്ന് ആൾക്കാരുടെ മുഴുവൻ ശ്രദ്ധയും ശ്രീയേട്ടനിലോ അമൃതേച്ചിയിലോ ആയിരിക്കും. അമ്മേ, ഈ സാരി തന്നെയല്ലേ അമ്മ ഇടാൻ വെച്ചിരുന്നത്? ഈ കളർ സാരിക്ക് സ്വർണ്ണവളയേക്കാൾ ഭംഗി ഈ കളറിലുള്ള കുപ്പിവളകളായിരിക്കും. അതുമല്ല, ഒരുപാട് സ്വർണ്ണമൊക്കെ വാരിയിട്ട് നടക്കുന്നതേ പഴഞ്ചൻ ഏർപ്പാടല്ലേ അമ്മ. ഇപ്പൊ സിമ്പിൾ ലുക്കാ ഫാഷൻ. മാളു, നീ എന്നെ സോപ്പിടാനൊന്നും നോക്കണ്ട കേട്ടോ. സ്വർണ്ണാഭരണങ്ങളൊന്നും ഇട്ടില്ലെങ്കിലും എന്റെ അമ്മ നല്ല സുന്ദരിയല്ലേ? ഒന്ന് പോകച്ചേ. ആഹാ, അതങ്ങ് ഇഷ്ടപ്പെട്ടല്ലോ. അമ്മ വേഗം പോയി റെഡിയായി വാ, അല്ലെങ്കിൽ ചടങ്ങ് കഴിഞ്ഞാവും നമ്മൾ അവിടെ എത്തുക. ചെല്ല്, പോ. നിനക്ക് വേണ്ടി ഞങ്ങൾ കരുതി വെച്ചത് ഇതൊക്കെ. ഈ ഒരു ദിവസം എന്റെയും നിന്റെ അമ്മയുടെയൊക്കെ വലിയൊരു സ്വപ്നമായിരുന്നു.
ദാ നോയിക്കേ. ദാ ഇതുകൂടി നോയിക്കേ. ദേ അതുകൂടി ഒന്ന് കാണിച്ചു കൊടുത്തേ. ദാ. മോള് ഇതൊക്കെയാണ് ഞാൻ വേഗം റെഡിയായി വാ. കോസ്റ്റ്യൂമും ഓർണമെന്റ്സും ഒക്കെ ഇട്ട് അമ്മൂനെ ഒരുക്കുന്ന ചുമതല ഞാൻ ഏറ്റു. എന്നെ ആരും ഒരുക്കണ്ട, ഞാൻ സ്വയം ഒരുങ്ങിക്കോളാം. അത് പറഞ്ഞാ പറ്റില്ല. ആശാന്റി, ഞാൻ ഒരുങ്ങിക്കോളാം. അവളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിന്നേ, ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞിട്ട് വിളിക്കാം. അമ്മുവിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. എല്ലാരും ഒന്ന് പുറത്തേക്ക് നിന്നേ. അമ്മു റെഡിയായി കഴിഞ്ഞ് നിങ്ങളെ വിളിക്കും. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെ അപ്പൊ പറയാം. ദാ. എന്നാ പിന്നെ അച്ഛൻ പോട്ടെ മോളെ. മോന് ഇത്രയും നല്ലൊരു ബന്ധം കിട്ടിയത് ജലജയുടെ ഭാഗ്യം തന്നെ. എന്റെ ഭാഗ്യമൊന്നും അല്ല, ഒക്കെ മരിച്ച തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന അവന്റെ അച്ഛന്റെ അനുഗ്രഹ. എന്റെ പൊന്നു മനുഷ്യ, ഇന്നെങ്കിലും ഇത് കളിച്ചോണ്ടിരിക്കാതെ ഒന്ന് എഴുന്നേറ്റ് വരുന്നുണ്ടോ? എന്റെ സാവിത്രി, നീ എന്തിനാ വെറുതെ എങ്ങനെ ചൂടാവണേ? ദേ ഞാനിതാ ഫുള്ളായിട്ട് റെഡി ആയിരിക്കുക. ഇനി വണ്ടി മാത്രം ഒന്നും കൂടെ വന്നാ മതി. അതുവരെ ചെറിയൊരു എന്റർടൈൻമെന്റ് അത്രേ ഉള്ളൂ. കണ്ടില്ലല്ലോ, ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. മോനെ, ജലജമ്മായി, ശ്രീയേട്ടൻ എവിടെ? അവൻ റെഡിയാവുന്നേ ഉള്ളൂ, മുറിയിലുണ്ട്. ചെല്ല്.